ഓണമെത്തിയതോടെ വളാഞ്ചേരി ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലും റോഡുകളിലുമെല്ലാം വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിതാതീതമായതോടെ യാത്രക്കാർ മണിക്കൂറുകളോളം വഴിയിൽ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ്. വളാഞ്ചേരി ജംഗ്ഷനിൽ നിന്നുള്ള പ്രധാന റോഡുകളിലാണ് ഗതാഗതക്കുരുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഓണത്തോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലെയും മറ്റുമായി എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതാണ് പ്രധാനമായും തിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നത്. എന്നാൽ തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസ് സംവിധാനമോ ട്രാഫിക് നിയന്ത്രണ സംവിധാനമോ ഹോംഗാർഡുമാരുടെ സേവനവും മതിയായ രീതിയിൽ ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്നതിനിടെ ചില ബസ്സുകൾ നിയമം ലംഘിച്ച് എതിർദിശയിലൂടെ മുന്നോട്ടു പോകുന്നതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഇതോടെ ഇടതുവശത്തു നിന്നുള്ള വാഹനങ്ങൾ പരസ്പരം തടസ്സപ്പെടുകയും ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യുന്നു. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലും സമാനമായ പ്രശ്നമാണ് നേരിടുന്നത്. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും പ്രത്യേകം വഴികൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങേണ്ട വഴിയിലൂടെ തന്നെ ചില ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതായി യാത്രക്കാർ പറയുന്നു. ഇത് റോഡിൽ വാഹനങ്ങൾ കുരുങ്ങുന്നതിനും ഗതാഗത തടസ്സം രൂക്ഷമാകുന്നതിനും ഇടയാക്കുന്നു. ഓണത്തിരക്ക് കണക്കിലെടുത്ത് വളാഞ്ചേരി ടൗണിൽ അടിയന്തരമായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഹോം ഗാർഡുമാരെയും നിയോഗിച്ച് ഗതാഗത നിയന്ത്രണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ബസ്സുകളുടെ നിയമലംഘനങ്ങളും സ്റ്റാൻഡിലെ ഗതാഗത ക്രമീകരണത്തിലെ അപാകതകളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നു. ഓണക്കാലത്ത് തിരക്ക് ഇനിയും വർദ്ധിക്കാനിരിക്കെ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വളാഞ്ചേരി ടൗണിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാർക്ക് വലിയ ദുരിതമായി മാറുമെന്ന ആശങ്കയും ശക്തമാണ്. കേരള വിഷൻ, വളാഞ്ചേരി.